താഴ്ഭാഗത്തു നിന്നും ഇന്ത്യയുടെ ഭൂപടം വരച്ചു തുടങ്ങുമ്പോഴുള്ള വി ആകൃതി, അതുകഴിഞ്ഞ് ഇടതും വലതും ഭാഗത്തായി നമ്മൾ വരയ്ക്കുന്ന ആദ്യ വളവുകൾ എന്നിവ കന്യാകുമാരിയിലെ ഒരു മലമുകളിൽ നിന്നും നോക്കിയാൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. സഞ്ജീവി മലകളുടെ ഭാഗമായ ഔഷധ സസ്യങ്ങളുടെ സാന്നിധ്യമുള്ളതായി കരുതുന്ന അഗസ്ത്യമുനിയും നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അങ്ങനെ അനവധി ഋഷിവര്യന്മാർ ആത്മീയ ചൈതന്യം തിരിച്ചറിഞ്ഞ, ഇപ്പോഴും എത്രയോ യോഗീശ്വരന്മാർ തപസ് ചെയ്യാനായി എത്തുന്ന മരുത്വാമലയാണ് ആ സ്ഥലം. തമിഴ്നാട്ടിൽ മരുന്തുവാഴ് മലൈ എന്നാണ് ഈ മല അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ മലനിരകളിൽ ഒന്നായ പശ്ചിമ ഘട്ടം തുടങ്ങുന്നത് ഇവിടെ നിന്നുമാണ്. ഈ മലയ്ക്ക് 800 അടി ഉയരമുണ്ട്. നാഗർകോവിൽ നിന്ന് കന്യാകുമാരി പോകുന്ന വഴിയിൽ കന്യാകുമാരിക്ക് 5 കിലോമീറ്ററുകൾക്ക് മുന്നേ പൊത്തയടി എന്ന സ്ഥലത്തിനടുത്തായാണ് മരുത്വാമല സ്ഥിതി ചെയ്യുന്നത്. നാഗർകോവിൽ കഴിഞ്ഞ് കന്യാകുമാരി ബൈപ്പാസിലൂടെയോ അല്ലെങ്കിൽ ബൈപ്പാസ് കയറാതെ ശുചീന്ദ്രം സ്ഥാണുമാലയ ക്ഷേത്രം പോകുന്ന പഴയ കന്യാകുമാരി റോഡിലൂടെയോ സഞ്ചരിച്ച് നമുക്ക് പൊത്തയടി എത്തിച്ചേരാം. അവിടെ നിന്നും 1 കിലോമീറ്റർ ദൂരത്തിലാണ് മരുത്വാമല. ഇപ്പോൾ ഇടതുവശത്തായി മേഘമാർഗത്തെ തടഞ്ഞു നിൽക്കുന്ന ഉയരമുള്ള മല കാണാൻ കഴിയും. 3 വലിയ മലകൾ ഒന്നിച്ചു ചേർന്ന ഒരു രൂപത്തിലാണ് മരുത്വാമല. ഇവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് കനാൽ ക്രോസ് ചെയ്ത് വലത്തേക്ക് പോയി കുറച്ച് മുന്നിലെത്തി പിന്നെയും ഇടത്തേക്ക് തിരിഞ്ഞ് സഞ്ചരിക്കണം. ഇപ്പോൾ മുന്നിലായാണ് മരുത്വാമല ദൃശ്യമാവുന്നത്. കുറച്ച് ചെറിയ വീടുകളും വലുതും ചെറുതുമായ അനവധി ആശ്രമങ്ങളും 4-5 ചെറിയ കടകളും റോഡിന് ഇരുവശങ്ങളിലുമായി നമുക്ക് കാണാൻ കഴിയും. മലയിലേക്കുള്ള വഴിയിൽ വനം വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. മല കയറ്റം തുടങ്ങുന്നത് ഇവിടെ നിന്നുമാണ്. സിമൻറ്റിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന പടികൾ നടന്നു കയറി മുന്നോട്ട് പോയി ശിവ ഭഗവാനെ ആരാധിക്കുന്ന ആശ്രമം പോലെയുള്ള പ്രാർത്ഥനാ മന്ദിരങ്ങളിൽ നിന്നും ലൗഡ് സ്പീക്കറുകളിൽ ഭക്തിഗാനങ്ങൾ മുഴങ്ങുന്നു. ഒരിക്കൽ താഴ്വാരം മുതൽ മലയുടെ മുകൾ വരെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഗുഹകൾ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം യോഗികൾ തപസ്സും ചെയ്തിരുന്നു. എന്നാലിപ്പോൾ അങ്ങനെയുള്ള പല ഗുഹകളും ഗുഹകളിലേക്കുള്ള വഴികളും കെട്ടിയടച്ച അവസ്ഥയിലാണ്. ഇനി മുന്നോട്ട് പാറകളിൽ പടികൾ കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നു. കുത്തനെയുള്ള കയറ്റമാണ്. ഇവിടെ നിന്നും തിരിഞ്ഞു നോക്കിയാൽ അറബിക്കടൽ വരെയുള്ള കാഴ്ചകൾ കാണാൻ കഴിയും. പടികൾ കയറി എത്തുന്നത് പരമാർത്ഥ ലിംഗസ്വാമി ശിവക്ഷേത്രത്തിന് അടുത്താണ്. പാറയ്ക്കുള്ളിലായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അദ്രി മഹർഷിയെ ക്ഷേത്രഗുരുവായി സങ്കല്പിച്ചിരിക്കുന്നു. ഇനി മുന്നോട്ട് യോഗികൾ തപസ്സനുഷ്ഠിക്കുന്ന അനവധി ഗുഹകൾ കാണാൻ കഴിയും. യോഗികളിൽ ചിലരെ വർഷങ്ങളായി എനിക്ക് പരിചയമുണ്ട്. അവരിൽ ഒരാളോടൊപ്പം 4 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ കൊല്ലിമല പോയിട്ടുണ്ട്. ഇവിടെ നിന്നും ഇടത്തേക്കാണ് മലയിലേക്കുള്ള വഴി. വലതുവശത്തേക്ക് പോയാൽ ഹനുമാൻ സ്വാമിയുടെ അമ്പലമാണ്. കന്യാകുമാരിയിലെ ത്രിവേണി സംഗമത്തിന് നേരെ നോക്കിയാണ് അത് നിലകൊള്ളുന്നത്. 1874 ശുചീന്ദ്രം സ്ഥാണുമാലയ പെരുമാൾ ക്ഷേത്രം പുനർനിർമ്മാണം നടത്തിയപ്പോൾ ആയില്യം തിരുനാൾ മഹാരാജാവ് മലമുകളിലെ ഈ ഹനുമാൻ ക്ഷേത്രവും പുനർനിർമ്മിച്ചു. ഇപ്പോഴും ഇവിടെയുള്ളവർ തിരുവിതാംകൂർ മഹാരാജാവ് എന്ന പേര് ബഹുമാനാർത്ഥമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്നും നോക്കുമ്പോൾ ശുചീന്ദ്രം അമ്പലത്തിൻ്റെ ഗോപുരം കാണാൻ കഴിയും. മുന്നിലായി ഒരു വഴിയമ്പലം, അതിനു പിന്നിലായി കുറച്ചുകൂടി ഉയരത്തിൽ ഹനുമാൻ ക്ഷേത്രം. അങ്ങനെയാണ് ഈ സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. വഴിയമ്പലത്തിലെ വലിയ ജനാലകളിലൂടെയും കിളിവാതിലിലൂടെയും സദാസമയവും തണുത്ത കാറ്റ് അകത്തേക്ക് വരുന്നതിനാൽ അതിൻ്റെ ഉൾവശം എല്ലായ്പ്പോഴും നല്ല തണുപ്പാണ്. ക്ഷേത്രപൂജാരി ഇവിടെ തന്നെയാണ് താമസം. ചുവന്ന അരളിപ്പൂവ്, കർപ്പൂരം, തിരി എന്നിവ ഇവിടെ സമർപ്പണമായി സ്വീകരിക്കില്ല. ശ്രീരാമജയം പേപ്പറിൽ എഴുതി ചുരുളുകളാക്കി അവ കോർത്ത് മാലയായി ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കാം. 27, 54, 108,
1008 അങ്ങനെയുള്ള ക്രമത്തിലാണ് ചുരുളുകൾ തയ്യാറാക്കേണ്ടത്. രാവിലെകളിലും വൈകുന്നേരങ്ങളിലും ഇവിടെ ഒരു പ്രത്യേക വൈബാണ്. അത് നേരിട്ടു തന്നെ അറിയണം. കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങൾ ഇവിടെ നിന്നും കാണാൻ കഴിയും. ഇനി മലകയറ്റമാണ്. 2 വലിയ മലകൾക്കിടയിലെ വഴിയിലൂടെ മുകളിലേക്ക് നടന്നു കയറണം. ചെറിയ ചെറിയ പാറക്കല്ലുകളിൽ ചവിട്ടിയാണ് നടക്കേണ്ടത്. മരുത്വാമല രാമായണ കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. രാമരാവണ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ലക്ഷ്മണൻ നാഗാസ്ത്രമേറ്റ് വീഴുന്നത്. ശേഷനാഗത്തിൻ്റെ അവതാരമായ ലക്ഷ്മണനെ ആർക്കും എടുത്ത് ഉയർത്താനായില്ല. ഒടുവിൽ ലക്ഷ്മണനെ യുദ്ധഭൂമിയിൽ നിന്ന് എടുത്ത് സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചത് ഹനുമാനാണ്. വിഭീഷണൻ്റെ നിർദ്ദേശത്താൽ ലങ്കയിൽ നിന്ന് അസുര വൈദ്യനായ സുശേഷണൻ വന്നു. നേരം വെളുക്കുന്നതിനു മുന്നേ മൃതസഞ്ജീവനി കൊണ്ടുവന്നാൽ ലക്ഷ്മണനെ രക്ഷിക്കാനാവും. കൈലാസ പർവ്വതനിരകളിലെ ഋഷഭാദ്രി മലയിൽ മാത്രം കണ്ടുവരുന്ന മൃതസഞ്ജീവനി, വിശല്യകരണി, സന്താനകരണി, സുവർണകരണി എന്നീ ഔഷധ സസ്യങ്ങളാണ് അതിനായി വേണ്ടിയിരുന്നത്. അങ്ങനെ ജാംബവാൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഒറ്റച്ചാട്ടത്തിന് ഹനുമാൻ മൃതസഞ്ജീവനി തേടി ഹിമാലയത്തിൽ എത്തി. അവിടെ എത്തിയ ഹനുമാൻ ഔഷധ സസ്യങ്ങളുടെ പേര് മറന്നതു കാരണം ആ ചെടികൾ ഏതാണെന്ന് അറിയാതെ ഋഷഭാദ്രി മലയെ പൂർണ്ണമായും അടർത്തി തൻ്റെ കയ്യിലേന്തി ലങ്കയിലേക്ക് മടങ്ങുമ്പോൾ മലയുടെ ഒരു ഭാഗം ഇവിടെ അടർന്ന് വീണുവെന്നും ആ മലയാണ് മരുത്വാമല എന്നുമാണ് വിശ്വാസം. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ചമോലിയിലെ ദ്രോണപർവ്വതമാണ് ഋഷഭാദ്രി മല. കഥ എന്തുതന്നെ ആയാലും ഇപ്പോഴും അനവധി ഔഷധ സസ്യങ്ങളുടെ കലവറയാണ് മരുത്വാമല. ഞങ്ങളിപ്പോൾ മലയുടെ ഏറ്റവും മുകളിൽ എത്താറായി. അറബിക്കടലിൻ്റെ ഭാഗത്തായി മണക്കുടിയിലെ ഉപ്പുപാടങ്ങൾ കാണാം. ഇവിടെ നിന്നും വലത്തേക്ക് കുറച്ച് മുകളിലായാണ് മലമുകളിലെ ഹനുമാൻ സ്വാമിയുടെ അമ്പലം. എന്നാൽ ഞങ്ങളിപ്പോൾ ഇടതുവശത്തേക്ക് പോയി അവിടെയുള്ള ഗുഹയിലേക്ക് കയറാൻ പോകുന്നു. 2 പാറകൾക്കിടയിലെ ചെറിയ വിടവിലൂടെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്. ഒരു സമയം കഷ്ടിച്ച് ഒരാൾക്ക് മാത്രമേ അതിലെ പോകാൻ കഴിയൂ. കുറച്ച് താഴേക്കിറങ്ങുമ്പോൾ അറബിക്കടലിൽ നിന്നും വരുന്ന ശക്തമായ തണുത്ത കാറ്റ് നമ്മെ പിന്നിലേക്ക് തള്ളും. ഏതു കാലാവസ്ഥയിലും ഇവിടെ നല്ല തണുപ്പായിരിക്കും. ഈ ഗുഹയ്ക്കുള്ളിലെ പിള്ളത്തടം എന്ന ചെറിയ അറയിലാണ് ശ്രീ നാരായണ ഗുരു വർഷങ്ങളോളം താമസിച്ച് തപസ് അനുഷ്ഠിച്ചതെന്ന് പറയപ്പെടുന്നു. ആ വിശ്വാസം കാരണം നാരായണ ഗുരുദേവൻ്റെ ജന്മനക്ഷത്രമായ ചതയം നാളിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇവിടെ മലയിലേക്ക് വരാറുണ്ട്. ഗുരു ഇവിടെ വന്ന് തപസ്സനുഷ്ഠിച്ചിട്ട് അടയാളങ്ങൾ ഒന്നും തന്നെ ബാക്കി വയ്ക്കാതെയാണ് മല ഇറങ്ങിയത്. എന്നാൽ ഇപ്പോൾ ഇവിടെ വരുന്ന അദ്ദേഹത്തിൻ്റെ അനുയായികൾ പാറകളുടെ മുകളിലെല്ലാം അവർ വരുന്ന സ്ഥലത്തിൻ്റെ പേരും അവരുടെ സംഘടനയുടെ പേരും നമ്പറും ഒക്കെ പെയിൻറ്റിൽ എഴുതി ഇത്രയും പവിത്രവും സുന്ദരവുമായ ആ സ്ഥലത്തെ നല്ല രീതിയിൽ വൃത്തികേട് ആക്കിയിട്ടുണ്ട്. കുറച്ചു സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷം പാറയുടെ മുകളിൽ കയറി മലമുകളിലെ ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിനടുത്തേക്ക് പോയി. എൻ്റെ ഓർമ്മയിൽ 15 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ മലയുടെ മുകളിലായി ഹനുമാൻ സ്വാമിയുടെ മുഖം പാറയിൽ കൊത്തിയെടുത്ത രീതിയിലുള്ള ഒരു ശില്പം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിന് വല്ലാത്തൊരു ചൈതന്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ശില്പം അവിടെയില്ല. പകരം തകരം കൊണ്ട് നിർമ്മിച്ച ഒരു ഷെഡും അതിനുള്ളിലായി ഹനുമാൻ സ്വാമിയുടെ ഒരു പൂർണ്ണകായ ശില്പവും സ്ഥാപിച്ച് ആ സ്ഥലത്തിൻ്റെ സ്വാഭാവികതയെ നശിപ്പിച്ചിരിക്കുന്നു. ഒരിക്കൽ യോഗികൾ തപസ്സനുഷ്ഠിച്ചിരുന്ന ഈ സ്ഥലം ഇപ്പോൾ വേറെ ആരുടെയൊക്കെയോ നിയന്ത്രണത്തിലാണ്. ഇവിടെ നിന്നും നോക്കിയാൽ ഇന്ത്യയുടെ ഭൂപടം നിവർത്തി നോക്കുമ്പോൾ കാണുന്ന അതേ കാഴ്ചകളാണ്. വടക്ക് വേളിമലയും താടകമലയും ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ, പടിഞ്ഞാറ് അറബിക്കടൽ, പഴയാർ നദി മണക്കുടിയിലെത്തി കടലുമായി ചേരുന്നതുവരെയുള്ള കാഴ്ചകൾ, മണക്കുടിയിലെ ഉപ്പുപാടങ്ങൾ, തെക്ക് കന്യാകുമാരിയും ഇന്ത്യൻ മഹാസമുദ്രവും, ത്രിവേണി സംഗമവും, തിരുവള്ളുവർ പ്രതിമയും വിവേകാനന്ദപ്പാറയും, കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, കൂടംകുളം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, ആലുവമൊഴിയിലെ കാറ്റാടിപ്പാടങ്ങൾ എല്ലാം ദൂരക്കാഴ്ചകളാണ്. താഴ്ഭാഗത്തു നിന്നും ഇന്ത്യയുടെ ഭൂപടം വരച്ചു തുടങ്ങുമ്പോഴുള്ള വി ആകൃതി, അതുകഴിഞ്ഞ് ഇടതും വലതും ഭാഗത്തായി നമ്മൾ വരയ്ക്കുന്ന ആദ്യ വളവുകൾ,
എന്നിവ ഇവിടെ നിന്നും വ്യക്തമായി കാണാൻ കഴിയും. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഒരു ഗിരിശൃംഖമാണ് മരുത്വാമല. വൈകുന്നേരങ്ങളിൽ മല കയറി വന്ന് സൂര്യാസ്തമയം കണ്ട്, അതുകഴിഞ്ഞ് ഇവിടെ ഗുഹയിൽ കിടന്നുറങ്ങി രാവിലെ ഉണർന്ന് സൂര്യോദയം കണ്ട്, അതിനുശേഷം മലയിറങ്ങി താഴെ വന്ന് അവിടെയുള്ള തടാകത്തിൽ കുളിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു പതിവ് എനിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പക്ഷേ രാത്രി മലയിൽ തങ്ങാൻ അനുവാദം ഇല്ല. കന്യാകുമാരി പോകുന്ന വഴി ആയതിനാൽ ഇവിടെ വരാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായും ഒരിക്കലെങ്കിലും ഈ മല കയറി വരണം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെ ആയിരിക്കും അത്.